ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാനായിട്ട് തക്കവണ്ണം ഇടവരുത്തിയ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും സുഖമായിട്ടായിരിക്കണമെന്ന് വിചാരിക്കണം. നമുക്ക് ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗം എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത്ഭുതകരമായ മീൻപിടുത്തം. അപ്പോൾ പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകിയതായ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതുവരെ ഞങ്ങളെ കരുതിയല്ലോ, ഞങ്ങളുടെ കുറവുകളെ അവിടെ നിന്ന് പൊറുക്കണമേ കർത്താവേ. തുടർന്നുള്ള നാളുകളിൽ കർത്താവേ, കൂടുതൽ വിശുദ്ധിയോടുകൂടി അവിടുത്തെ സന്നിധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്ത് വളരെയധികം വേദനയുടേതായ ഈ കാലയളവിൽ രോഗത്തിലായിരിക്കുന്ന എല്ലാവരെയും, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാരെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കരുണയോടെ കാത്ത് പരിപാലിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലം യേശുക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ തന്നെ, ആമേൻ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ കുട്ടികളും ഇപ്പോൾ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. നിങ്ങൾ 2 നേരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്കിന്ന് പഠിക്കാനുള്ള വിഷയം പറഞ്ഞല്ലോ. നമുക്ക് 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് അത്ഭുതകരമായ മീൻപിടുത്തം. മീൻപിടുത്തത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ നമ്മൾ മീൻപിടുത്തക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വളരെയധികം കേട്ടതാണ് അല്ലേ. കഴിഞ്ഞ വർഷം പ്രളയത്തിൻ്റെ സമയത്ത് കേരളത്തിൻ്റെ സൈന്യമായിട്ട് മാറിപ്പോയ ഒരു കൂട്ടമാണ് മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടം. പലപ്പോഴും പലരാലും ഉപേക്ഷിക്കപ്പെട്ട് ആളുകളൊന്നും വലിയ വിലയൊന്നും കൊടുക്കാത്ത, ആ മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും കൊടുക്കാത്തതായ ഒരു കാലഘട്ടം അന്നുകൊണ്ട്. ഇന്നും ഒരുപക്ഷെ അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അവരെ അത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അവരുടെ മഹത്വത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കാരണം അവർ കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്താണ്, കടലിനോട് മല്ലിട്ടാണ് അവരെ ജോലിക്ക് പോകുന്നത്. ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടായിരിക്കും. പലപ്പോഴും വലിയ തിരമാലകളൊക്കെ വരുമ്പോഴും അത് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പോയി മീൻ പിടിക്കാനായിട്ട് പോകുന്നവരാണ്. അത്രയ്ക്കും മനക്കരുത്തോടു കൂടിയാണ് അവർ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത് കടലിൽ മത്സ്യങ്ങളെ, അനേകതരം മത്സ്യങ്ങളെ പിടിക്കുന്ന, ഈ വലിയ കടലിൽ നിന്ന് പിടിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഈ ലോകമാകുന്ന ഈ വലിയ കടലിൽ അനേകതരം വിഭാഗത്തിൽപ്പെട്ട സ്വഭാവമുള്ള മനുഷ്യരെ പിടിക്കുവാൻ ഏറ്റവും നല്ലത് ഇവർ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ മീൻപിടുത്തക്കാരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ മീൻപിടുത്തത്തിൽ പിടിക്കാനായിട്ട് ഏർപ്പെട്ടിരുന്ന പത്രോസ്, അന്ത്രയോസ്, അവരോടുകൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ വേറൊരു ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെബദിയുടെ മകനായ യാക്കോബും യോഹന്നാനും സെബദിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 പേരുണ്ടായിരുന്നതായിട്ട് വചനത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശേഷം
ശിഷ്യന്മാർക്ക് മാളികയിൽ അവർ കൂട്ടം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് വന്ന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്ന് തോമാസ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് പിന്നീട് വീണ്ടും 8 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രത്യക്ഷനായി. അന്ന് തോമാസ്ലീഹ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അന്നാണ് തോമാസ്ലീഹ വിശ്വാസത്തിൻ്റെ ഉറപ്പ് സ്വീകരിക്കുന്നത്. അതിനുശേഷം 3-ാം തവണ തിബിരിയാസ് കടലിൻ്റെ തീരത്ത് വെച്ച് യേശു ഈ പത്രോസിനെയും അന്ത്രയോസിനെയും മീൻപിടുത്തക്കാരായ കുറേ ആളുകളെ എല്ലാവരെയും കാണുകയാണ്. അപ്പം അന്ന് രാത്രിയിൽ പുലർച്ചെ വരെ അവർ വന്ന് പുലർച്ചെ വെളുക്കുവോളം അവർ മീൻ പിടിച്ചെങ്കിലും അവർക്ക് ഒന്നും കിട്ടിയില്ല. അവർ വളരെ ക്ഷീണിതരുമായിരുന്നു, അവർ വളരെ ദുഃഖിതരുമായിരുന്നു. ഇത്രയേറെ നമ്മൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ യേശു അവരോട് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് വളരെ സങ്കടമായി. കാരണം ഇതുവരെ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, ഒരാൾ വന്ന് ചോദിച്ചിട്ട് ഒന്നും കൊടുക്കാനായിട്ട് കയ്യിലില്ലല്ലോ എന്ന് അവർക്ക് വളരെ സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യാം? കാരണം ഇത്ര സങ്കടകരമായ ഒരു സമയത്ത് യേശു ചോദിച്ചിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാം അവരെ ബാധിച്ചിരുന്നു. എങ്കിലും യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രത്യാശ ഇല്ലാതിരുന്ന സമയത്ത് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീനെന്ന് പറഞ്ഞു. അവരത്രയേറെ യേശുവാണ് വന്നതെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഒരു ശിഷ്യന് മാത്രമേ ആദ്യം മനസ്സിലായുള്ളൂ. പത്രോസിന് അന്നേരം മനസ്സിലായിട്ടില്ലായിരുന്നു. വലത്ത് ഭാഗത്ത് വല വീശി വളരെയധികം മീൻ അവിടെ ലഭിച്ചു. കൂടെ നിന്ന് ശിഷ്യൻ പറയുന്നുണ്ട്, ഇത് ഗുരുവാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അവിടെ ചെറിയ ഡ്രസ്സൊക്കെ കുറവായിരുന്നു, അത് നാണം തോന്നിയിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ ചാടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരനുസരിക്കാനായിട്ട് തയ്യാറായി. യേശു പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനമില്ലാതെ വരും. നമ്മുടെ പല പ്രയത്നങ്ങളും നിഷ്ഫലമായിട്ട് പോകും. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരൂരാകുന്നു എന്ന് വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നിന്ന് നൽകുന്നത്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് അനുസരിക്കുവാനായിട്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. ഇപ്പോൾ പത്രോസിൻ്റെ അടുത്ത് നമ്മൾ അത് യേശു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പത്രോസ് അതനുസരിച്ചു. നമ്മൾ ഒരുപക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇത്രയും നേരം അധ്വാനിച്ച് വെളുക്കോളം അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. കടലിൻ്റെ പല ഭാഗത്ത് കിട്ടു. ഈ പറഞ്ഞ വലതുഭാഗത്ത് വരെ ഒരുപക്ഷെ പത്രോസ് വലയിട്ടിട്ടുണ്ടാവും, എന്നിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് ഒക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയും, ഇത്രയും നേരം ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ ഓരോ കാര്യം പറഞ്ഞിട്ട് വന്നിരിക്കും, ഞങ്ങളാണെങ്കിൽ ആകെ അവശരായി, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോകും എന്നുള്ള ഒരു രീതിയായിരിക്കും നമ്മളെയൊക്കെ സംബന്ധിച്ച്. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മൾ മാറണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ ശബ്ദത്തിന് കാതോർക്കുകയും അതനുസരിക്കുവാനായിട്ട് തയ്യാറാവണം. ഈ മീനൊക്കെ കിട്ടി അവർ വളരെ അത്ഭുത പരതന്ത്രരായിപ്പോയി. അത്രയധികം മീൻ അവർക്ക് ലഭിച്ചിരുന്നു. ആ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് കാര്യം പറയുന്നത്. അതിനുശേഷം യേശു അവരുടെ അടുത്ത് പറയുന്നത്, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം മുതൽ 19 വാക്യങ്ങളിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അന്ന് വന്നിരുന്ന ഈ കടല് തിബരിയാസിൻ്റെ കടൽക്കരയാണ്. തിബരിയാസ് എന്ന കടൽക്കര എന്ന് പറഞ്ഞാൽ തിബരിയാസിന് വേറെ ഗലീല കടൽ എന്ന ഒരു പേരുണ്ട്. പാലസ്തീൻ നാടിൻ്റെ വലത്ത് ഭാഗത്ത് ഗലീല ജില്ലയിലുള്ള ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. ഏതാണ്ട് 13 മൈൽ നീളവും 7 മൈൽ വീതിയുമുണ്ട്. യോർദാൻ നദിയുടെ തെക്കോട്ട് ഒഴുകുന്ന ഈ തടാകത്തിലൂടെയാണ് തിബരിയാസ്, ഗന്നസേര തടാകം എന്നീ പേരുകളിലും ഈ ഗലീല കടൽ അറിയപ്പെടുന്നുണ്ട്.
അന്ന് റോമ ഭരണകാലത്ത് ഗലീല കടലിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഒരു പ്രധാന കയറ്റുമതി ചരക്കുകളിൽ ഒരു പ്രധാന ഇനമായിരുന്നു. കാരണം ഈ മീനൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഇവിടുന്ന് പിടിക്കുന്ന മീനുകളാണ് കൊണ്ടുപോകാറ്. കവർണഹാം, ബെത്സയിദ, മഗ്ദലന, തിബരിയാസ് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട പല പട്ടണങ്ങളും ഈ കടൽക്കരയുടെ തീരത്തായിരുന്നു. കവർണഭൂമിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വേദോത്സവത്തിൽ കേട്ടിട്ടുമുണ്ട്. യേശു ആരാണെന്ന് ഈ ശിഷ്യന്മാർക്ക് അന്നേരം അറിയില്ല. എന്നാൽ യേശുവിനെ അനുഗമിക്കാനായിട്ട് അവരുടെ ആത്മാവ്, അവർ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. നമ്മൾക്ക് യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്. ദൈവവചനം നമ്മളെപ്പോഴും പഠിക്കുന്നവരും വേദോസ്തം വായിക്കുന്നവരുമാണെങ്കിൽ എവിടുന്ന് ആണ് നമ്മളെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാനായിട്ട് യേശു അല്ല നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മാതാപിതാക്കളിലും ഗുരുക്കന്മാരിലും എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്. ഇവരിൽ കൂടി എല്ലാം ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണോ എന്ന് അറിയാനായിട്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധ വചനത്തിൽ കൂടി നമ്മൾ വേദപുസ്തകം വായിക്കുകയും വിശുദ്ധ വചനത്തിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ അവരുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട് നമുക്ക് ദൈവിക ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോകും. നമ്മളെ ലോകത്തിലേക്ക് ദൈവം ക്ഷണിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. എല്ലാവരുമായിട്ട് സ്നേഹമായിട്ട് കഴിയാനായിട്ടാണ് നമ്മളെ ദൈവം പിടിച്ചിരിക്കുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. എല്ലാവരിലും ഒരേ ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരൻ്റെ, നമ്മുടെ അമ്മയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം യേശു പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന കള്ളനാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം തന്നെ ഇതാണ്. ഈ ദൈവ സ്നേഹം എല്ലാവരിലും വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് സഹോദരനെ നമ്മൾ വെറുക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. മനുഷ്യരെ പിടിക്കുന്ന ഒരു ജോലി, അതുകൊണ്ടാണ് സ്നേഹത്തിലൂടെ മനുഷ്യ മനസ്സുകളിലേക്ക് കയറി ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിട്ട് ഇരിക്കണം. ആ പ്രാർത്ഥന കൂടാതെ നമുക്ക് ഇതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പത്രോസും അന്ത്രയോസും യേശുവിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ മറ്റ് ചിലരെ കൂടെ അതിൻ്റെ കൂടെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയ ഭാഗങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 4:21-22 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ വേദോസ്തം വായിക്കണം. വേദോസ്തം വായിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ അത് പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അത് വാട്സാപ്പിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് വിടണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടാവുന്നത്. അതിൽ ആരൊക്കെയാണ്, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു തന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം. അതിലും നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ യേശുവിനെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിർത്താനായിട്ട് നമുക്ക് എപ്പോഴും അന്വേഷണമുള്ളവരായിരിക്കണം. യേശുവിനോടൊപ്പം യാത്ര ചെയ്ത യേശു ദൈവമാണെന്ന് അനേക മനുഷ്യരെ ദൈവത്തിലേക്ക് ആകർഷിച്ച ശിഷ്യന്മാർക്ക് ആ ക്രൂശുമരണത്തിൻ്റെ ശേഷം വളരെ സങ്കടപ്പെട്ട് നിന്ന സമയത്ത് യേശു ആരാണെന്ന് തിരിച്ചറിയാൻ പോലും അതിനെ പെട്ടെന്ന് സാധിച്ചില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ മനസ്സുകളെ ദൈവം പതുക്കെയാണ് ഒരുക്കിയെടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മനസ്സുകൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. യേശുവിനെ കണ്ടെത്തിയപ്പോൾ തൻ്റെ പഴയ തൊഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പല തൊഴിലുകളും മീൻപിടുത്തക്കാർ അവർ ഉപേക്ഷിച്ച് യേശുവിൻ്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയിൽ ഉപേക്ഷിച്ച് പോകും. നമ്മുടെ പഴയ തൊഴിൽ എന്തായിരുന്നു? നമ്മൾ യേശുവിനെ കൂടാതെയുള്ള അധ്വാനമായിരുന്നു. കാരണം ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം മാറ്റി ദൈവത്തോട് കൂടി സഞ്ചരിക്കുവാനായിട്ട് അവർ തീരുമാനമെടുത്തു. ഇനി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വേല ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടി, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടി ഞങ്ങൾ വേല ചെയ്യും എന്നുള്ള ആ തീരുമാനമെടുത്ത് അവർ ദൈവത്തോടു കൂടി സഞ്ചരിക്കുവാനായിട്ട് തയ്യാറായി. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഓർമ്മയിൽ തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ദൈവത്തെ
നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. 153ഓളം വലിയ മത്സ്യങ്ങളെന്ന് പിടിച്ചപ്പോൾ കിട്ടി. ആ 153 മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തത്തോടെ പറയുന്നത് തന്നെ ഈ 113 വലിയ മത്സ്യങ്ങൾ ലോകത്തിലെ വിവിധ ജാതികളെ സൂചിപ്പിക്കുന്നതായിട്ട് പിതാക്കന്മാർ പറയുന്നുണ്ട്. അതായത് ക്രിസ്തു സഭയിലേക്ക് ലോകത്തിലുള്ള സകല ജാതികളെയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യപ്പെടും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. വല എന്നത് സഭയാണ് സൂചിപ്പിക്കുന്നത്. സഭ സകല ജാതികളും ഈ സഭയ്ക്ക് അകത്ത്, ഈ വലയ്ക്ക് അകത്ത് കടക്കണം. ആ വലയ്ക്കകത്ത് ശീമോൻ പത്രോസ് ആണ് വല വലിച്ചു കയറ്റുന്നത് സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലേക്ക് വലിച്ചു കയറ്റുന്ന ആ പത്രോസിൻ്റെ കീഴിലുള്ള സഭയിലേക്ക് എല്ലാവരും ചേർന്ന് വരണം. ഇന്നിപ്പോൾ നമുക്ക് അറിയാം, പെന്തിക്കോസ്ത് സഭാ വിഭാഗങ്ങളിലേക്ക് പോയവരിപ്പോൾ വീണ്ടും നമ്മുടെ സഭകളിലേക്ക് തിരിച്ചു വരികയാണ്. പുരാതന സഭയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത് ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ആ വലയ്ക്ക് അകത്തേക്ക് കടക്കാനായിട്ട് വെമ്പൽ കൊള്ളും. നമ്മളെല്ലാം വലയ്ക്ക് അകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നാം മനുഷ്യരെ പിടിക്കുന്നവരാകുകയും നമ്മുടെ സ്നേഹത്തിൽ, നമ്മളെപ്പോഴും സ്നേഹത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയുവാനും അല്ല നമ്മളെ, കാരണം നമുക്കും കുറവുകളുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. മറ്റുള്ളവരുടെ നന്മകളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ നന്മകളെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാലാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ദൈവത്തോടു കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം പൂർണ്ണമായിട്ട് നമ്മുടെ സഹായത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ കാര്യമെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഇതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കാണാനായിട്ടുണ്ട്. യേശു ആ ഭാഗങ്ങൾ നമുക്ക് മുന്നോട്ട് നോക്കാം. ഏത് കരയിലാണ് ഇവർ മത്സ്യത്തെ പിടിക്കാനായിട്ട് പോയത് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ പുസ്തകത്തിൽ നോക്കി ആ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കണം. അത് ഗലീല കടലിൻ്റെ തീരത്ത് തിബരിയാസിൻ്റെ കരയിലാണ് യേശു ചെന്നത്. ആ ഭാഗങ്ങൾ അത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ അതെല്ലാം എഴുതണം. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ എഴുതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് അതിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് സമയമാണ് നമുക്കുള്ളത്. ആ ഭാഗങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു മുന്നേ നമ്മൾ കണ്ട ഭാഗങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ അതിനെ മുന്നോട്ട് നോക്കി പോവുകയാണ്. പാലസ്തീൻ്റെ നാടിൻ്റെ വലത്ത് ഭാഗത്ത് ഗലീല ജില്ലയിലുള്ള പാലസ്തീൻ നാടിൻ്റെ വലത്ത് ഭാഗത്ത് ഗലീല ജില്ലയിലുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. ഏതാണ്ട് 13 മൈൽ നീളവും 7 മൈൽ വീതിയും അതിനുണ്ട്. യോർദാൻ നദി തെക്കോട്ട് ഒഴുകുന്ന ഈ തടാകത്തിലൂടെയാണ് തിബര്യാസ, ഗന്നസേരാത്ത് തടാകം എന്നീ പേരുകളിലും ഗലീല കടൽ അറിയപ്പെടുന്നു. റോമ ഭരണകാലത്ത് ഗലീല കടലിൽ നിന്നും മീൻ പിടിച്ച് പാലസ്തീനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കയറ്റുമതി ചരക്കിൽ പ്രധാന ഇനമായിരുന്നു ഈ മത്സ്യം. കവർണം, ബെത്സൈദ, മഗ്ദല, തിബര്യാസ തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാന പട്ടണങ്ങൾ പലതും ഈ കടൽക്കരയുടെ തീരത്തായിരുന്നു. യേശു ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. യേശുവിനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് അവർ തയ്യാറായി. പിന്നീട് നമ്മളെ ഈ ഭാഗത്ത് എത്ര പേരുണ്ട്, ഈ ചോദ്യങ്ങളിലൊക്കെ എല്ലാം ആൻസർ അവരുടെ കൂടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എത്ര പേരെ കണ്ടെത്തി എന്നുള്ളതും അതിൽ 5 പേരുടെ പേര് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ അകത്ത് എഴുതണം.
അതിന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ 5 പേരൊക്കെയുള്ള ഭാഗത്ത് പൂരിപ്പിച്ചിട്ട് നിങ്ങൾ അത് എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഓരോ സൺഡേ സ്കൂളിൽ അതിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൽ നിങ്ങളതിൻ്റെ ഫോട്ടോ എടുത്ത് ഇടണം. നോട്ട്ബുക്കൊക്കെ നിങ്ങൾ എഴുതി സമയത്ത് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. മത്സ്യം പിടിക്കുന്ന കുറച്ച് ചെറുതായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപോകാം. Far end of the net. You don't overload this side. That's enough. That's enough.